ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായി ഞാൻ ഊന്നി സംസാരിച്ചത് എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ്. ആ സാക്ഷ്യത്തിലൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയുണ്ടായി. അതൊന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഈ സൂമിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സൂം മീറ്റിങ്ങിലോട്ട് കടന്നു പോകാനോ ഇങ്ങനെ ഇതിൽ ഉൾപ്പെടുവാനോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എന്നാൽ മിഷൻ സെഗാസിറ്റിയിലെ ഉത്തരവാദപ്പെട്ടവർ തന്നെ എന്നെ അതിനായി നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സംരംഭത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കനിടയായി. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുണ്ടായി. കേൾക്കുന്ന വിഷയങ്ങളുടെ ആയ പുതുമ വല്ലതും ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുന്ന വിഷയങ്ങൾ ഒരു മുൻവിധിയോടെ കേൾക്കാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നാം ഇതുവരെയും ശ്രദ്ധിക്കാത്തതായ ചില കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ തക്ക ഇടയാകാം. അത് പെട്ടെന്ന് അരോചകമായിട്ടും തോന്നുവാൻ തക്കവണ്ണം ഇടയാകാം തുടർന്നുള്ളതായ എപ്പിസോഡുകൾ കേൾക്കുമ്പോൾ. എന്നാൽ അങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ അതിന് വേണ്ടതായ പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം സംസാരിക്കുന്ന ദാസനോട് തന്നെ അത് ചോദിക്കുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം വരുത്തുക. പറയുന്ന വിഷയങ്ങൾക്ക് ഏതെങ്കിലും എതിരായ അല്ലെങ്കിൽ ഏതെങ്കിലും സംശയപ്രദമായുള്ളൊരു വാക്യം നമ്മളുടെ ഓർമ്മയിൽ വരികയാണെങ്കിൽ, കേൾക്കുന്നതും ആ വാക്യം തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതായ ധാരണ ഉണ്ടാകുകയാണെങ്കിൽ, അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച ശേഷം അവസാനം അല്പസമയം ഇതിനായിട്ട് ചോദ്യ ഉത്തരങ്ങൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കാം. എന്നാൽ അല്പം നീണ്ടതായ വിഷയമാണെങ്കിൽ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ശേഷമേ പിന്നത്തെ എപ്പിസോഡിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രത്യേകം നാം അവിടെ സാക്ഷ്യത്തിന് ശേഷം ഈ പ്രമാണങ്ങളുടേതായ വ്യത്യസ്തമായ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അത് പ്രത്യേകം കൽപ്പന എന്നുള്ളതായ ഒരു അവസ്ഥയിൽ മാത്രം നിൽക്കുന്നതല്ല. എന്നാൽ ചട്ടങ്ങൾ, ന്യായവിധി, ടെസ്റ്റിമണി അല്ലെങ്കിൽ സാക്ഷ്യം എന്ന് പറയുന്നതായ 4 തലങ്ങളിലേക്ക് ഇത് പോകുന്നത് കാണാൻ സാധിക്കും. മുന്നമേ ഒരു കാര്യം തന്നെ ഓർപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 119 സങ്കീർത്തനം 18 വാക്യം ഇതിന്റെ തലക്കെട്ടായിട്ട് നാം എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ ഉൾക്കണ്ണ് തുറക്കണമേ എന്നുള്ള ആ സാരാംശത്തിലാണ് വായിക്കുന്നത്. അപ്പോ അവിടെ നാം വായിക്കുന്ന നിന്റേതായ ഒരു നിയമമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ നാം പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം അത് യോഹന്നന്റെ സുവിശേഷം 8:17 വായിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം 119 സങ്കീർത്തനത്തിൽ നാം ദൈവത്തിൻ്റെതായിട്ട് കാണുന്നെങ്കിലും കർത്താവായ യേശുക്രിസ്തു അത് പറയാണ്, നിങ്ങളുടെ ന്യായപ്രമാണം. ഈ ദൈവത്തിൻ്റെതായിട്ട് പറയുന്നതും നിങ്ങളുടെ ആയിട്ട് പറയുന്നതും തമ്മിലുള്ളതായ വ്യത്യാസം ഒന്ന് ഗ്രഹിക്കുന്നതല്ലാണ്. അത്യന്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ന്യായപ്രമാണം ദൈവം രൂപകൽപ്പന ചെയ്തപ്പോൾ മനുഷ്യൻ്റെതായ ജഡബലഹീനതയാൽ അതിന് ഒരു പൂർണ്ണമായ അവസ്ഥയിലോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കയില്ലെന്ന് ദൈവം മുൻകണ്ടിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ഈ ന്യായപ്രമാണങ്ങൾ ഒരുക്കുന്നത്. അത് നമ്മൾ അല്പം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നതായ ഒരു സത്യം, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ ഉത്ഭവിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു.
അത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പ്രമാണങ്ങൾ ഉത്ഭവിച്ചതായിട്ട് കാണാൻ പറ്റും. അവിടെ ആദത്തിന് കൊടുത്തായ കൽപ്പന തന്നെയാണല്ലോ ആദ്യത്തിലുള്ള ഒരു പ്രമാണം എന്ന് പറയുന്നത്. ഈ വൃക്ഷത്തിൽ നിന്ന് നീ കഴിക്കുന്ന ആളിൽ നീ മരിക്കും എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഒരു കൽപ്പനയാണ് കൊടുക്കുന്നത്, ഒരു പ്രമാണം തന്നെ. അപ്പൊ പ്രമാണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ അത് സീനായി പർവ്വതത്തിൽ മാത്രം ഉത്ഭവിച്ചതല്ല, പ്രമാണങ്ങൾ പുറകിലും മുമ്പിലുമായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ തക്കോണം പറ്റും. അപ്പോൾ നാം ഇവിടെ ചിന്തിച്ചത് നിന്റെ പ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രമാണമായിട്ട് പറയുമ്പോൾ ഒരളവിൽ നമുക്ക് അറിയാൻ തക്കവണ്ണം സാധിക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ പ്രമാണങ്ങൾക്ക് ദൈവം രൂപകൽപ്പന ചെയ്തപ്പോൾ അതിൻ്റെതായ പൂർണ്ണത വരുത്തുവാൻ തക്കവണ്ണം മുൻ കണ്ടുകൊണ്ട് പുത്രനെ അവിടെ ഒരു അർക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ചിത്രീകരിക്കുന്നത് നമുക്ക് ബൈബിള് വായിക്കുന്നുണ്ട്. സാപത്തിന് മുമ്പ് തന്നെ അർക്കപ്പെട്ട കുഞ്ഞാട്. അത് പ്രമാണങ്ങളുള്ള ബന്ധത്തിലാണ് ആ ചിത്രീകരണം അല്ലെങ്കിൽ ആ ഒരു പിക്ചറ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവ രൂപകൽപ്പന ചെയ്തുള്ളതായ പ്രമാണത്തിന്റെ അത്യന്തമായ പൂർണ്ണതയിൽ അതിൻ്റെതായുള്ള നിവൃത്തീകരണം പുത്രൻ മൂലമേ നടക്കുള്ളൂ എന്ന കാര്യം വളരെ വ്യക്തമായി ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രമാണങ്ങൾ തന്നെ ദൈവം കൊടുക്കുവാൻ തക്കണം ഇടയായെന്നുള്ള കാര്യം ദൈവവചനത്തിൻ്റെതായ ഒരു പൂർണ്ണമായ സാരാംശമായ അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ നാം എബ്രായലേഖനം 10-ന്റെ 5, 6, 7 വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വഴിപാടും നീ ഇച്ഛിച്ചില്ല, ഒരു ശരീരം നീ എനിക്കാ ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമയാഗങ്ങളിലും പാവയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. പുസ്തകത്തിനുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കോണം ഞാൻ വരുന്നു എന്ന് പറയുന്നു. അവിടെ കൊണ്ടാണ് നമ്മൾക്കൊരു കാര്യം ഗ്രഹിക്കാൻ തക്ക ഇടയാകുന്നത്. പുത്രനാൽ ദൈവത്തിന് ഒരു ശരീരം കൊടുക്കുകയും ആ ശരീരത്തോടുള്ളതായ ബന്ധത്തിൽ മനുഷ്യനായി ജനിച്ചുകൊണ്ട് മനുഷ്യന്റെ ഒരു പ്രതിപുരുഷനായി ഈ പ്രമാണങ്ങളെല്ലാം നിവൃത്തീകരിക്കുന്നതായ കാര്യമാണ് അതിന്റെ രക്തം ചുരുക്കമായിട്ട് കാണുന്നത്. നേരിലായിട്ട് കണ്ടതായ കാര്യങ്ങളൊന്നും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ പൊരുളിനെ തന്നെ ദൈവം ആകാംക്ഷയോടെ പുത്രനിലൂടെ നിവൃത്തീകരിക്കപ്പെടുവാൻ തക്കോണം വളരെ ദീർഘനാളായിട്ട് കാത്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിട്ട് കാണാൻ തക്കോണം പറ്റും. അപ്പോൾ നാം വായിക്കുന്നുണ്ട് റോമാലേഖനം 8-ന്റെ 2-3 വാക്യങ്ങൾ: ജഡത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിക്കാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ പാവജഡ സാദൃശ്യത്തിലും പാവനിമിത്തം അയച്ചു എന്ന് പറയണേ. അപ്പോ മനുഷ്യൻ്റെതായ ജഡത്തിന്റെ ബലഹീനത ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് ന്യായപ്രമാണം രൂപകൽപ്പന ചെയ്തത്. അതിൻ്റെതായ ആ ഭാഗങ്ങളുടേതായ വ്യക്തമായ ചിത്രീകരണമാണ് പുത്രമൂലം നടത്തുന്നുള്ള ചിത്രീകരണമാണ് ഈ 2 ഭാഗങ്ങളായിട്ട് ഗ്രഹിക്കാൻ തക്കോണം സാധിക്കുന്നത്. എബ്രായലേഖനം 10-ന്റെ 5, 6, 7 മൂലവും കൂടാതെ തന്നെ റോമാലേഖനം 8-ന്റേതായ 3-ാം വാക്യം മൂലം നമുക്ക് ഗ്രഹിക്കാൻ 3-4 വാക്യം ഗ്രഹിക്കാൻ തക്കോണ്ടാവും. അപ്പൊ ദൈവം തന്നെ ഇതെല്ലാം നിവൃത്തീകരിക്കും അല്ലെങ്കിൽ പുത്രൻ നിവൃത്തീകരിക്കും എന്നുള്ളതായ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഇത് പുത്രന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെതായ പ്രമാണമായി തീർന്നത്. നിങ്ങളുടെ പ്രമാണം കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടി വന്നതല്ല. മത്തായി സുവിശേഷം നാം വായിക്കുന്ന 5-ാം അധ്യായം. എന്നാൽ അത് നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണം വന്നാണെന്ന് പറയുന്നത്. അപ്പോ താൻ വന്നെങ്ങനെയാണ് ഈ മനുഷ്യരാൽ നിങ്ങൾക്ക് സാധ്യമാകാത്തതായ അവസ്ഥയിൽ അത് അതിൻ്റെതായ അളവിലും അതിൻ്റെതായ വ്യക്തമായ രൂപത്തിലും അതിൻ്റെതായ ഉദ്ദേശശുദ്ധിയിലും അല്ലെങ്കിൽ പിതാവായ ദൈവം ഏത് അളവിലാണോ ഈ പ്രമാണങ്ങൾ നിവൃത്തീകരിച്ചുകൊണ്ട് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ജീവൻ ഉളവാകാൻ തക്കവണ്ണം, നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും ഉളവാകാൻ തക്കവണ്ണം ഏത് അളവിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലുമാണോ അത് നിവൃത്തീകരിക്കേണ്ടിയിരുന്നത്, അത് മാനവരാശിക്ക് സാധ്യമാകാത്ത കാര്യം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുത്രനെ ഒരു മനുഷ്യനായി അയക്കുന്നത്, ഒരു ശരീരം കൊടുത്തു. നമ്മൾ എബ്രായലേഖനം 10-ന്റെ 5, 6, 7 വായിച്ചുക.
അപ്പൊ നാം ഇവിടെ കാണുന്നത് ഈ 119 സങ്കീർത്തനത്തിലെ 18 വാക്യത്തിൽ നിന്റെ ന്യായപ്രമാണമെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. അത് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൽ കാണാൻ തക്കൊണ്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്: മരണത്തിന്റെ പ്രമാണം, പിന്നെ കൃപയുടെ പ്രമാണം, അഥവാ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്ന പ്രമാണം അത് കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുക്കുകയായിരുന്നു. ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷം താൻ പറയാണ്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമമുള്ള എവിടെ? മരണത്തിന്റെ ജയം, പാവത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം പരിപൂർണമായിട്ട് നിവൃത്തീകരിച്ചു മാറ്റിയ ശേഷം ഈ പാപസംബന്ധമായ മരണം താൻ വിശ്വസിക്കുന്നവർക്ക് പരിപൂർണമായിട്ട് താൻ മാറ്റിയാണ്. അതാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. അതെങ്ങനെയാ? രക്ഷയ്ക്ക് വേണ്ടിയുള്ള നീതി. യഹൂദൻ സ്വയം നീതിക്ക് വേണ്ടി ന്യായപ്രമാണം നിവൃത്തിയിരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ റോമലേഖനം 10 വായിക്കുന്നുണ്ടല്ലോ, അവർ ഇപ്പോഴും ദൈവത്തിനെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വഴിക്ക് വിധേയപ്പെടാതെ സ്വന്തമായ ന്യായപ്രമാണം നിവൃത്തീകരിച്ചുകൊണ്ട് നീതിയിരിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്ത് വചനം പറയുന്നു എന്ന് പറയുന്നത്? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ചു ആ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ ഉയർത്തണമെന്ന് വെച്ചു ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ വിചാരിക്കരുത്. എന്നിട്ടാ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ എഴുന്ന് ഉയർപ്പിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് രക്ഷിക്കപ്പെടും. വായു കൊണ്ട് രക്ഷയ്ക്കായിട്ടും ഹൃദയം കൊണ്ട് നീതിക്കായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ നീതി, ആ നീതിയാണ് രക്ഷയുടെ നീതി എന്ന് പറയുന്നത്. നാം നമ്മുടേതായ സ്വന്തം ജീവിതത്തിൽ നീതിയുള്ളൊരു ജീവിതം നയിക്കുന്നത് വേറെ നീതിയാണ്. നമ്മൾ കാലക്രമേണ അല്ലെങ്കിൽ തുടർന്നുള്ളതായ ഭാവത്ത് ചിന്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടതായ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ നീതി യേശുക്രിസ്തു മൂലം ലഭിക്കുന്നതാണ്. അത് തന്നെ റോമാലേഖനത്തിന്റെ 10:4 വാക്യം വായിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം ആണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഗ്രഹിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിൽ മാത്രമേ ഉളവാവൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ കണ്ടുകൊണ്ടായിരിക്കാം അത് ദൈവത്തിൻ്റെതായി തീരരുത്. മനുഷ്യന് കൊടുത്തപ്പോൾ മനുഷ്യൻ തിരിച്ചു ദൈവത്തെ എനിക്ക് വേണ്ടി ചെയ്യുക. അതാണ് നാം ചെയ്യുന്ന പറയുന്നത്. എനിക്ക് എന്നാൽ കഴിയുന്നൊരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തു, അതിന്റെ പ്രതിഫലം ഞാൻ സൗജന്യമായിട്ട് നേടുന്നതാണ് കൃപയുടെ ഉള്ളതായ കൃപപ്രമാണം എന്ന് പറയും. കൃപയാലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ തക്കുള്ള പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഒരു ന്യായപ്രമാണത്തിന്റെ യാതൊരു പ്രവൃത്തിയും അല്ല നമ്മുടെ ഇന്നത്തെ നാം വിശ്വാസികളായവർക്ക് ലഭിച്ചിരിക്കുന്നതായ ആ നിത്യ ജീവൻ അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നീതിയുണ്ട്. അത് കർത്താവ് തന്നെ പറയണ്ടായി. അത് ന്യായപ്രമാണം പറ്റി ഞാൻ ആദ്യം ഓർപ്പിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ അതിൻ്റെതായ പൂർണ്ണമായ രൂപങ്ങളിലോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിച്ചോ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അത് പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ശിഷ്യന്മാരോട് പറയാണ്, പരീക്ഷന്മാരെക്കാളും സദുക്യരെക്കാളും കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോ ആ നീതിയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മൾക്ക് പല പല കാര്യങ്ങൾ അവിടെ പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ നാം അത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണ അവസ്ഥയിൽ നിവൃത്തീകരിക്കേണ്ട കാര്യം പറയുന്നുണ്ട്. കർത്താവ് മരണത്തിന്റെ പ്രമാണം പരിപൂർണമായിട്ട് നിവൃത്തീകരിച്ചു, മരണം മാറ്റി. എന്നിട്ടാണ് നാം കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 5 വായിക്കുന്നത്, മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ ദൈവത്തിൻ്റെതായ ആ വലിയ പൂർത്തീകരണ പ്രവർത്തനങ്ങളാൽ അല്ലെങ്കിൽ പുത്രന്റെ ന്യായപ്രമാണ പൂർത്തീകരണ പ്രവർത്തനങ്ങളാൽ മരണത്തിന്റെ പ്രമാണം മാറിയിരിക്കുകയാണ്. ഇന്ന് വിശ്വാസിക്ക് മരണത്തിന്റെ പ്രമാണമില്ല. എന്നാൽ അവന് ബാക്കിയുള്ളത് നിന്റെ പ്രമാണങ്ങളുടേതായ അത്ഭുതങ്ങളെ കാണേണ്ടത് എന്റെ കണ്ണു തുറക്കണമേ. ഇനി ആ പ്രമാണം മൂലം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് യാക്കോബിന്റെ ലേഖനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ന്യായപ്രമാണം ഉറ്റുനോക്കിയ ശേഷം താൻ എങ്ങനെയുള്ളവനാണ് അറിഞ്ഞുകൊണ്ട് അതിനെ മറന്നു പോകുന്നവൻ ആ കഷ്ടം എന്നാ പറയുന്നത്. ആ കഷ്ടം. എന്നാൽ അത് നിവൃത്തിയിരിക്കുന്നവനോ അവൻ വലിയ ഭാഗ്യവാൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ശോഭ ലഭിക്കാൻ തക്കോണം, പുത്തൻ രൂപത്തിൽ അനുരൂപരാകാൻ തക്കോണം. അത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വിഷമം തോന്നും. എന്നാൽ
കാലക്രമേണ അത് നാം ഗ്രഹിക്കാനാവണം. അല്ലെങ്കിൽ പ്രതിഫലം എന്ന അവസ്ഥയിൽ ഈ പ്രതിഫലം ലഭിക്കുന്ന കോണം പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ ഓട്ടം തേച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നീതി ലഭിക്കുമല്ലോ. എന്നാൽ ആ നീതിയുടെ കിരീടം എന്ന് പറയുന്നത് പ്രത്യേകമായി പുത്രന്റേതായ ആ രൂപത്തിൽ അനുരൂപമായി കൊണ്ടുള്ളതായ നീതിയോട് ബന്ധമാണ് താൻ പറയുന്നത്. അതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഫിലിപ്പിനായിട്ട് താൻ പറയണ്ട, ഞാൻ കുറെ ഉള്ളത് മറന്നും മുമ്പിലൂടെ മുമ്പിലായിട്ട് ആഞ്ഞുകൊണ്ട് മുമ്പ് ഓടുന്നു. അപ്പോൾ താൻ പറഞ്ഞ് രക്ഷിക്കപ്പെടാതെ കൊണ്ട് ചിലർ വ്യാഖ്യാനിക്കേണ്ട രക്ഷയുടെ അല്ലല്ല, രക്ഷയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് ലഭിക്കാതിരിക്കുന്നതായ ആ ദൈവത്തിന്റെ ശോഭ ഓർത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം ചിന്തിക്കുന്നു പറഞ്ഞ പോലെ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് താൻ ഓടിയായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ പ്രതിഫലം, ശോഭയാവുന്ന പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും, പുത്തൻ രൂപത്തിലൂടെ അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിലുള്ളതായ ഒരു പ്രമാണ നിവൃത്തീകരണമാണ് മരണത്തിന്റെ പ്രമാണം പൂർത്തീകരിക്കാനുള്ള കർത്താവ് നമ്മോട് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് തിരിഞ്ഞ പ്രമാണം അത് നിവൃത്തീകരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവരുടേതായ പ്രതിഫലത്തിന് വേണ്ടിയുള്ളതായ നിവൃത്തീകരണമാണ്. അപ്പോൾ ഇന്ന് നാം ചിന്തിച്ചതായുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ സംക്ഷിപ്തമായിട്ട് പറയട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് കമാൻഡ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ചട്ടങ്ങളുണ്ട്, കൽപ്പന ചട്ടങ്ങൾ. പിന്നെ നാം വായിച്ചത് ജഡ്ജ്മെന്റ്, ന്യായവിധി. പിന്നെ പറയുന്നത് ടെസ്റ്റിമോണി അല്ലെങ്കിൽ സാക്ഷി എന്ന് പറയുന്നത്. ഇത് നാം മൂന്നായിട്ട് കാണാൻ പറ്റും. അത് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ല. എന്നാൽ പിതാവിന്റെ സ്ഥാനമാണ് ഒരളവിൽ നോക്കുന്നത് ഈ കൽപ്പന എന്ന് പറയുന്നത്. പുത്രന്റെ സ്ഥാനമാണ് നാം ഒരളവിൽ കാണുന്നത് ചട്ടങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെതായ കാര്യത്തോട് ബന്ധപ്പെട്ടാണ് നാം കാണുന്നത് ന്യായവിധി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? പുത്രനാണ് ഭൂമിയിൽ കടന്നു വന്ന ശേഷം ന്യായപ്രമാണത്തിന്റെ വ്യക്തമായ ചിത്രീകരണം വെളിപ്പെടുത്തി കൊടുത്തത്. സ്ത്രീയെ മോഹത്തോട് നോക്കിക്കഴിഞ്ഞാൽ നീ വിചാരിച്ചു കർത്താവ് ന്യായപ്രമാണത്തിൻ്റെതായ ആത്മീയ സത്യം വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോ ചട്ടത്തിന്റെ അവസ്ഥകൾ കാണിക്കുന്നത്. പിന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥം വരും, ആ വന്ന ശേഷം പാവത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ മൂന്ന് തലങ്ങളെല്ലാം നിൽക്കുന്നത് സ്ത്രീത്വത്തിന്റെ അവസ്ഥയും കാണാൻ തക്കോണം പറ്റും. ഞാനത് ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളുടെ അത്ഭുതങ്ങളും കാണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇടപെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ടെസ്റ്റ് മണി എന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റ് മണിയുണ്ട്, അതുകൊണ്ടുള്ള ടെസ്റ്റ് മണിയാണ്. അത് നാലാമത്തെ വരുന്നത്. അപ്പോൾ നീതി ലഭിച്ച ശേഷം പിന്നെ ഒരു ടെസ്റ്റിമോണിയൽ ലൈഫാണ് നാം നടത്തേണ്ട കാര്യവും. ഈ ന്യായപ്രമാണത്തിന്റെ ബന്ധത്തിൽ 6-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ 6-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളൊന്ന് ഓടിച്ച് നമുക്ക് ചിന്തിക്കാം. ആ 6-ാം അധ്യായത്തിൻ്റെതായ 1-ാം വാക്യത്തിൽ ഒരു പ്രത്യേക ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആ സൈഡ് ഇടുമായിരിക്കും. ആവർത്തന പുസ്തകം 6-ന്റെ 1-ാം വാക്യം. അതിലിങ്ങനെ കാണും, നീയും നിന്റെ മക്കളും, പറയാ, നീയും നിന്റെ മക്കളും മക്കളുടെ മക്കളും ഈ കൽപ്പന, കൽപ്പന ഇതെല്ലാം പാലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ലഭിച്ചതായുള്ള അനുഗ്രഹത്തിൻ്റെതായ ഒരു പാരമ്പര്യം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പറയാണ്. അപ്പൊ ഇത് പുതിയ നിയമത്തിൽ ഇതിനോട് നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ തക്കവണ്ണം സാധിക്കും. നമ്മളുടേതായ പാരമ്പര്യത്തിന് വേണ്ടി നാം ഇന്ന് അനുഭവിച്ചുള്ള അനുഗ്രഹങ്ങളുടേതായ ഒരു പകർപ്പ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ പകർന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു ഇടയാവുന്നു. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്ന ആളെ ഒരു പിൻതലമുറയെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഈ ന്യായപ്രമാണം ആദ്യം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട ന്യായപ്രമാണത്തെ കാണിക്കുന്നതാണ്. അതുമല്ല, നമ്മളിലെ രക്ഷിക്കപ്പെടാത്ത മക്കൾക്ക് ദൈവത്തെ ഭയപ്പെട്ടുള്ളതായ ഒരവസ്ഥയിൽ രക്ഷയോട്ട് വഴി നടത്താൻ തക്കവണ്ണം ഈ 1-ാം വാക്യം തന്നെ അവിടെ പ്രയോജനപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ പിന്നെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ദീർഘായുസോടെ ഇരിക്കുക എന്ന് പറയുന്നത്. ദീർഘായുസ് എന്ന് പറയുന്നത് ഇന്നൊരു വിശ്വാസിക്ക് ലഭിക്കുന്നതായ ആയുസ് അതിൻ്റെതായ പൂർണ്ണ അളവിൽ ജീവിച്ചുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതായ അവന്റെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുക തക്കവണ്ണം അവൻ പ്രമാണങ്ങളെ അനുസരിച്ചുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? വിശ്വാസിയോട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലെങ്കിൽ
ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനങ്ങളെ തന്നെ വകവെക്കാതെ പോയി കഴിഞ്ഞാൽ അവനെ നീക്കുപോക്കില്ലാതെ മാറ്റും എന്ന് പറയുന്നത്. അതാണ് നാം 1 കൊരിന്ത്യർ 14 വായിക്കുന്നുണ്ട്. ഈ മേശയോട് അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെതായ പാനപാത്രത്തോടും അപ്പത്തോടും അത് അയോഗ്യമായി നിങ്ങൾ അടുക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് അയോഗ്യമായി ഭാവാക്കളാണെങ്കിൽ തന്നെത്താൻ തന്നെ ശിക്ഷാവിധിയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം നിങ്ങൾ ചിലര് ബലഹീനരും രോഗികളും മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദീർഘായുസ് പോയി. അവന് ലഭിച്ചതായുള്ളതായ ആയുസിൽ അവൻ എന്ത് കൂടുതലായിട്ട് പ്രതിഫലം എന്നോണം ദൈവത്തിൽ നിന്നുള്ളതായ ആ തേജസ് ലഭിക്കാതെ കൂടെ ദൈവം ഉദ്ദേശിച്ചോ അത് കിട്ടാതെ അവന്റെ ജീവിതം പാഴായി പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ വിശ്വാസ കപ്പലെല്ലാം പോയി എന്നൊക്കെ പറയാം. രക്ഷ നഷ്ടപ്പെട്ടു പോയതിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പോ നാം ഇന്ന് ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി ആയിരിക്കുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക കാലയളവ് ദൈവം വെച്ചിട്ടുണ്ട്. ആ കാലയളവ് വരെയും ദൈവത്തിൻ്റെതായ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം നിവൃത്തീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഈ സ്വാതന്ത്ര്യത്തിന് തിരിഞ്ഞ പ്രമാണം നിവൃത്തീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ നിവൃത്തീകരണമാണ് നമ്മളുടെ നീതിയായിട്ട് കർത്താവ് പറയുന്നു. നിങ്ങളുടെ നീതി പരീക്ഷന്മാരെക്കാളും ചതുകരെക്കാളും അത് മികവുള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം എന്ന് പറയുന്ന സഭയിൽ ജീവിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ സാക്ഷ്യമായ ഒരു ജീവിതം മക്കളുടെ അവസ്ഥ ജീവിക്കാൻ തക്കവണ്ണം പറ്റുന്നതല്ല. നമ്മൾ എബ്രാഹിം റോമലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. മക്കൾ എന്നാണ് വിളിക്കപ്പെടുക എന്നൊക്കെ മക്കളുടെ അവസ്ഥ വളർച്ചയുള്ള അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് മക്കൾ എന്ന അവസ്ഥ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണത്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജീവിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെതായ ആ പാനപാത്രത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പങ്കാളിയാകുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദീർഘായുസ് പോകും. ഇത് നിമിത്തം ചിലവർ ബലഹീനരും രോഗികളും കൂടാതെ അവർ ദീർഘായുസില്ലാത്തവർ വേഗം ഉദ്ദേശിച്ച കാലത്തിന് മുമ്പ് തന്നെ എടുക്കപ്പെട്ടു പോകുന്നു. നാം പൊതുവെ ഇത് ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഒരു അംബാസഡറെ ഒരു രാജ്യം വേറെ രാജ്യത്ത് അയക്കാൻ നേരത്ത് ആ അംബാസഡർ ആയിരിക്കുന്ന ആളായ വ്യക്തി ഏത് രാജ്യത്തിൻ്റെതായി താൻ പ്രതികരിക്കുന്നുവോ ആ രാജ്യത്തിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ വ്യക്തിയെ തിരിച്ചു വിളിക്കും. അതേപോലെ നമ്മെ കുറിച്ച് പറയുന്നുണ്ട്, നാം ക്രിസ്തുവിൻ്റെതായ അംബാസിഡേഴ്സ് ആണെന്ന്. അപ്പോൾ ക്രിസ്തുവിന്റെ അംബാസിഡർ ആയിരിക്കുമ്പോൾ നാം ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണപ്രകാരം ദൈവത്തിൻ്റെതായ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഉപരിയായി എതിരായി പ്രവർത്തിക്കുമ്പോൾ ദീർഘായുസില്ലാതെ നേരത്തെ വിളിച്ചു ചേർക്കും. താനും രക്ഷിക്കപ്പെടും, എന്നാൽ നഗ്ന അവസ്ഥയിൽ വലിയ ഛേദത്തോടുകൂടി രക്ഷയോട്ട് കിടക്കേണ്ടി വരും. നഗ്നനായിട്ട് അല്ലെങ്കിൽ ലജ്ജിതനായിട്ട് കിടക്കേണ്ടി വരും. അതാണ് നമ്മൾ കൊരിന്ത്യർ 3 അധ്യായത്തിൽ 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടെല്ലാം നാം ഗ്രഹിക്കുന്നത് ഈ പ്രമാണത്തോടുള്ള ബന്ധത്തിലുള്ള വലിയ സത്യങ്ങളാണ്. അപ്പോ ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിലെ ചില കാര്യം ഒന്നും കൂടെ സമ്മപ്പ് ചെയ്താണ്. ഇപ്പോ ആവർത്തന പുസ്തകം 6-ന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ, പാലും തേനും ഒഴുകുന്ന ദേശത്ത് മക്കളെ ഉപദേശിച്ചുകൊണ്ട് വളർത്തണം. അപ്പോൾ മക്കൾക്ക് യഥാർത്ഥമായ പാലും തേനും എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാൻ തക്കവണ്ണം പറ്റും. അവന്റെ ദൈവത്തിന്റെ മായമില്ലാത്ത പാൽ കുടിച്ചു വളരുവിൻ, നിന്റെ വചനം എനിക്ക് വായ്ക്ക് തേനിലും തേൻകട്ടയിലും മധുരമാവുന്നു. അപ്പൊ മനോഹരമായ ദൈവവചന വ്യവസ്ഥകൾക്ക് വിധേയപ്പെടുവാൻ തക്കവണ്ണം പാലും തേനും ആവുന്നതായ വചനം രുചിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ തന്റെ രാജ്യത്ത് ജീവിക്കണം. ഒരു സഭാതലത്തിൽ വളരെയധികം സജീവമായി ജീവിക്കാത്തൊരു വ്യക്തിക്ക് യഥാർത്ഥമായുള്ളതായ ദൈവവചന വ്യവസ്ഥകളൊന്നും അറിയില്ല. അവനെന്താ കടന്നു വരുന്ന എന്തോ ചില എന്താ വെച്ചാല് ഒരു റിച്വലായിട്ട് കടന്നു വരികയാണ്. ഒരു കടമ എന്നുള്ള ഇന്ന് മിക്ക വിശ്വാസികളും അവൻ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കടമയാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമാണ്. എന്നാൽ ദൈവ വ്യവസ്ഥകളനുസരിച്ച് ഉള്ളതായ ഒരു വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു മനോഭാവം അവനുണ്ടാകില്ല. ഒരു സമർപ്പണ ജീവിതത്തോടുകൂടി ആയിരിക്കും. രക്ഷിക്കപ്പെട്ടവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്
അത്യന്തമായ അവനെ കുറിച്ചുള്ള ഉദ്ദേശം നിവൃത്തീകരിക്കാനാണ്. അതിനുള്ളതായ ബന്ധത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം തരുമെന്ന് പറയുന്നു. നാം വായിക്കുന്നുണ്ടല്ലോ മത്തായി സുവിശേഷത്തിൽ, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെതായ ആ ധനത്തിന്റെ മഹിമയ്ക്കൊത്തവണ്ണം നമുക്ക് നൽകും. അപ്പോൾ നാം നമ്മളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ദൈവം ദൈവത്തിന്റെ കാര്യം നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നാം ദീർഘായുസ് കൂടി വർദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം, ആ പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യം ജീവിക്കാൻ തക്കവണ്ണം, സഭാതലമാണല്ലോ യഥാർത്ഥമായ പാലും തേനും ഒഴുകുന്നത്. എന്നുവെച്ചാൽ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയാം. അപ്പൊ വചനമാണ് യഥാർത്ഥമായ ആത്മീയ ദീർഘായുസിന്റെ, അല്ലെങ്കിൽ ആത്മീയമായ അനുഗ്രഹത്തിന്റെ ദീർഘായുസ് ജീവിതം നമുക്ക് അളന്നു വരുന്നതായ ഒരു മാനദണ്ഡമായിരിക്കുന്നു. അപ്പൊ പറയുന്നത് മൂന്നാം വാക്യത്തിൽ, ആ ആവർത്തന 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, അവിടെയാണല്ലോ നമ്മൾ ഈ കൽപ്പനകൾ, ചട്ടങ്ങൾ, ന്യായവിധി എല്ലാം വായിച്ചത്. അപ്പൊ അതോട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ അധ്യായം പറയുന്നത്, മക്കളെ നാം എങ്ങനെ ഉപദേശിക്കണമെന്ന്. പിന്നെ അതിൻ്റെതായിട്ടുള്ള 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പണിയാത്തതായ വീടുകളിലും നിങ്ങൾ നടാത്തതായ കൃഷിയിടങ്ങളിലും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗ്രേപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ യാർഡുകളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ദാതാവിനെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രക്ഷിക്കപ്പെട്ടവന് ദൈവത്തിൻ്റെതായ അനുഗ്രഹമായി, ദൈവത്തിൻ്റെതായ വിശ്വസ്തത കൊണ്ട് ദൈവം പലവിധത്തിലുള്ള ആത്മീയ അനുഗ്രഹം നൽകുന്നുണ്ട്. പക്ഷെ നാം ആ അനുഗ്രഹത്തിന്റെ പുറകെ പോയി അനുഗ്രഹം നൽകിയതായ വ്യക്തിയെ മറന്നു പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അന്യദേവന്മാരെ, നിങ്ങൾ അതിന്റെ പുറകെ എടുത്തിട്ടുണ്ട്, അതിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്യദേവന്മാരെ പിന്നാലെ പോകാതിരിക്കുവാൻ തക്കവണ്ണം, അന്യദേവന്മാരുടെ പിന്നാലെ പോകാതിരിക്കാൻ തക്കവണ്ണം ഇത് ചെയ്യാനാ പറയുന്നത്. എങ്ങനെ അന്യദേവന്മാരെ? ഇന്ന് സമ്പത്തിന്റെ പുറകെ പോകുന്നത് ബൈബിളിൽ ബാൽ വിഗ്രഹത്തിന്റെ ആരാധന എന്ന് പറയുന്നത്. ബാലിനെ കുറിച്ചും എസേറിനും ഒന്ന് അതാണ് ഒരു പുരുഷ അവസ്ഥയും സ്ത്രീ അവസ്ഥയും പറയുന്നത്. അപ്പൊ ബാൽ ആരാധന എന്ന് പറയുന്നത് സമ്പത്തിന്റെ പുറകെ പോകുന്നതായുള്ള ഒരു വിശ്വാസിയുടെ ഉള്ളതായ അവസ്ഥ അവിടെ കാണിക്കുകയാണ്. അപ്പോൾ നാം അന്യദേവന്മാരെ പിന്നാലെ നാം വിചാരിക്കും, ഞാൻ വിചാരിക്കാറുണ്ട്, എന്താ, ഞാൻ പണ്ട് ജീവിച്ചത് പോലെയുള്ളതായ അവസ്ഥയിൽ എന്താണ് ഈ ഒന്നുമല്ല. പിന്നെ കാലക്രമേണ എനിക്ക് മനസ്സിലാകാൻ ഞാൻ ദൈവത്തിന്റെ കോപം ലഭിക്കേണ്ടതക്കവണ്ണം അന്യദേവന്റെ കൂടെ എനിക്ക് ദൈവം തന്നെ നൽകിയതായ അതേ അനുഗ്രഹം ഒരു ദേവനായിട്ട് അല്ലെങ്കിൽ ബാൽ വിഗ്രഹമായി തീർന്ന അവസ്ഥ, അതിനെ പ്രീതിപ്പെടുത്തി അതിനുവേണ്ടി വ്യഗ്രത കൊണ്ടുകൊണ്ട് അത് ദൈവം നമ്മെ ഒരു സ്റ്റുവേർഡായിട്ട് തന്നിരിക്കുകയാണെന്നും അത് ഏത് വിധത്തിൽ ഉപയോഗിക്കുന്ന കാര്യം നാം ചിന്തിക്കാതെ സ്വാർത്ഥതക്കായിട്ട് നാം ഉപയോഗിക്കുമ്പോൾ നാം അന്യദേവന്മാരാകുന്ന ബാലിനെ ആരാധിക്കുന്നവരായി തീരുകയാണ്. അപ്പൊ ഇതെല്ലാം മുന്നേ തന്നെ അതിന്റെ ദ്വയാർത്ഥത്തിൽ അല്ലെങ്കിൽ നേടുന്നോളം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിന്റെ 21-22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഫറവന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് നിങ്ങളെ അത്ഭുതമായി വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ കുടുംബത്തെയും അവന്റെ കുടുംബത്തെയും പരസ്യമായ കാഴ്ചയാക്കി എന്നാ പറയുന്നത്. ഇത് തന്നെയാണ് നാം കൊലുസ്യർക്ക് വായിക്കുന്നത്. ചട്ടങ്ങളും കൽപ്പനമാകുന്നതായ എല്ലാ എതിർപ്പുകളെയും ക്രൂശിന്മേൽ അവൻ തറച്ചു പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. അങ്ങനെ പരിപൂർണമായി വിശ്വസിക്കുകയും അവന്റെ പുറകെ വന്നുകൊണ്ടിരുന്നുള്ളതായ ആ പൈശാചികനെ പരിപൂർണമായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആത്മാവിന്റെ പുറകെ ഒരിക്കലും ഒരു പിശാചും കടന്നു വരുത്താത്ത വിധത്തിൽ ആ ആത്മാവിന്റെ, അല്ലെങ്കിൽ അവന്റേതായ ആ തലയെ തകർത്തു കളഞ്ഞു. സ്ത്രീയുടെ സന്തതി പുരുഷ, അത് പറയുന്ന സർപ്പത്തിന്റെ തലയെന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒരിക്കലും ആത്മാവിന്റെ നരകത്തിലല്ല, ആത്മാവിന്റെ ശിക്ഷയാവുന്ന നരകത്തിലോട്ട് കൊണ്ടുപോകാൻ തക്കൊണ്ട് പറ്റാത്ത അവസ്ഥയിൽ യേശുക്രിസ്തു അവനെയും അവന്റെ കുടുംബത്തെയും പരസ്യമായ കാഴ്ചയാക്കി ആ ചെങ്കടൽ എന്നേക്കുമായിട്ട് അസ്തമിപ്പിച്ചു കാണിക്കുകയാണ്. ക്രിസ്തു വന്ന രക്തത്തിൽ അവൻ്റെതായ സകല ശക്തിയും അവിടെ അസ്തമിച്ചു പോയിരിക്കുകയാണ്. അത് അവിടെ 21-22 വാക്യത്തിൽ ആത്മീയത വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമുക്ക് ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നത് കർത്താവ് നമുക്ക് നേരിടുന്നതായ വലിയ വിജയമാണ്. അപ്പോൾ
ഈ 6 അധ്യായം വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ന്യായപ്രമാണ ബന്ധത്തിൽ നമ്മുടെ ആത്മീയമായ തലത്തിൽ വിശ്വാസമുള്ളതായ കാര്യങ്ങളെ വളരെ വ്യക്തമായി വെളിപ്പെടുത്താനായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കാൻ തക്കവണ്ണം ഉദ്ദേശിച്ചത്. ചില കാര്യങ്ങളെല്ലാം ചിന്തിച്ചു വിടുവാൻ തക്ക ഇടയായി. അപ്പോ കൽപ്പന, ചട്ടങ്ങൾ, ന്യായവിധി, പിന്നെ സാക്ഷി എന്ന് പറയുന്നതായ 4 തലങ്ങളോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തെ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് പിതാവിൽ നിന്നുണ്ടാകുന്നതാണെന്ന അവസ്ഥയിൽ പുത്രൻ്റെതായുള്ള വ്യക്തമായ രൂപം നൽകി. അതിൻ്റെ ആ വ്യക്തമായ രൂപത്തിൽ തന്നെ പുത്രൻ നിവൃത്തിയിരിക്കുകയായിരുന്നു. കർത്താവ് പറയേണ്ടായി ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി വിടാതെ താൻ അത് നിവൃത്തിയതിനു ശേഷമാണ് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുന്ന അവസ്ഥയിൽ താൻ ചെയ്തു തന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന അവസ്ഥ. അങ്ങനെ ന്യായവിധി പരിപൂർണമായിട്ട് മാറിയിരിക്കുകയാണ്. ടെസ്റ്റിമണി ഇങ്ങനെ ഇന്ന് നമുക്കുള്ളത് ഒരു നല്ല സാക്ഷ്യം, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നല്ലൊരു സാക്ഷ്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നതായ ആത്മീയമായ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നിയമത്തോട് ചേർത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ അനുഗ്രഹീയമായ ഒരു ജീവിതം നയിക്കാൻ തക്കൊണ്ട് പറ്റും. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറയുന്നതാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം വൃഥാവല്ല. നാം ഇപ്പോൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും അത് ദൈവം അതിന്റെ നന്മയ്ക്കായിട്ട് പ്രതിഫലം നൽകുന്നു, തിന്മയ്ക്ക് ശിക്ഷ ഇവിടുത്തെ നൽകുന്നു. തിന്മയ്ക്ക് ഒരിക്കലും നമ്മളുടേതായ ആത്മശിക്ഷ വരുന്നില്ല. അതാണ് നമ്മൾ റോമലേഖനം 8:1 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. അവിടെ ബ്രാക്കറ്റ് ഇടണം, ആത്മീയമായ ശിക്ഷാവധി ഇല്ല. 2ാം മരണം മാറിയിരിക്കുകയാണ്. എന്നാൽ ബാലശിക്ഷകളുണ്ട്. തെറ്റിയെ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ ബാലശിക്ഷ നൽകുന്ന മരണം വരെയും അത് വായിച്ചു കഴിഞ്ഞു. ഇത് നിമിത്തം ചിലവർ ബലഹീനരും രോഗികളും ചിലര് അകാലമായ മരണം അല്ലെങ്കിൽ ഉറങ്ങുന്നു എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നാം വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെതായ വ്യവസ്ഥകളെ നാം എത്രയോ മനോഹരമായിട്ടാണ് ദൈവം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ന്യായപ്രമാണ ബന്ധത്തിൽ. അതാണ് നാം അത് 119-ന്റെ 18-ാം വാക്യത്തിൽ സങ്കീർത്തനം വായിക്കുന്നത്. നിന്റെ ന്യായപ്രമാണങ്ങളിൽ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് ഒരു വിശ്വാസി എത്രത്തോളം ന്യായപ്രമാണ ബന്ധത്തിൽ തന്നെ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അപ്പൊ നാം ചിന്തിക്കേണ്ടായി, പാവത്തിന്റെ മരണത്തിന്റെ ന്യായപ്രമാണം കർത്താവ് മാറ്റി, എന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു കൃപയുടെ പ്രമാണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം നൽകിയിരിക്കുന്നു. അതിനുവേണ്ടി നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, എഫെസ്യർ ലേഖനം 2-ന്റെ 10-ാം വാക്യം. യേശുക്രിസ്തുവിൽ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനാണെന്ന്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള രക്ഷയല്ല, നമ്മെ രക്ഷിച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ സ്ഥായിയായി നിൽക്കുന്ന കാര്യം. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തക്കൊണ്ടാണ് അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഒരുക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ബന്ധത്തിൽ മുൻകണ്ടവരെ വിളിച്ചവിടെ നീതി ബഹിഷ്കരിച്ചിരിക്കുന്ന അവസ്ഥയിൽ മുൻകണ്ടിരിക്കുന്നത് നമ്മ എന്തിനു വേണ്ടിയാ? സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പോ നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് വീണ്ടും തേജ് ലഭിക്കുവാനും, കൂടാതെ തന്നെ ഈ സൽക്കർമ്മങ്ങളുള്ളതായ ഒരു പശ്ചാത്തല ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ കേരളത്തിലായിട്ട് വായിക്കുന്നുണ്ടല്ലോ. ആത്മാവിൻ്റെതായ പ്രവൃത്തിയോ അതെന്താണ്? ദീർഘക്ഷമ, അങ്ങനെയുള്ള 9 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഫലം എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നമുക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, സഭയ്ക്കും വേണ്ടി മാത്രമല്ല, സമൂഹത്തിനും നാം നല്ല സാക്ഷികളായി ജീവിക്കാൻ തക്കൊണ്ട്. അതാണ് അവസാനത്തെ വാക്യത്തിൽ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെസ്റ്റിമോണി ഇതെല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ് ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ. അങ്ങനെ ഒരു ടെസ്റ്റിമോണിയുള്ളതായ ജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ളതായ, രക്ഷിക്കപ്പെട്ട് സ്വാതന്ത്ര്യ ന്യായപ്രമാണത്തിലോട്ട് കടന്നു വന്ന്, അല്ലെങ്കിൽ മരണത്തിന്റെ പ്രമാണത്തിൽ വിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലോട്ട് കടന്നു വന്ന്, അല്ലെങ്കിൽ ഫറവോന്റെ പിടിയിൽ വിട്ട് ചെങ്കടലിൽ കൂടി കടന്ന്, രക്ഷയിൽ കൂടി കടന്ന്, ആ മരുഭൂമി വാസത്തിൽ കടന്നിട്ട് പിന്നെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന് കാനാൻ ദേശവും, കാനാൻ ദേശം 2 കാര്യത്തിൽ കാണിക്കുന്നു. സഭയും സഭയോടുള്ള ബന്ധത്തിൽ അതിന് തുടമാനമായിട്ടുള്ളതായ സ്വർഗീയമായ അവസ്ഥയും കാണിക്കുന്നത്. അതെല്ലാം അവിടെയും ചില അതാണ് പറയുന്നത്, ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ
ഓരോരോ കാലഘട്ടങ്ങളോട് ബന്ധപ്പെട്ട് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലും കാലത്തിന്റെ അടിസ്ഥാനത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ തക്കൊണ്ണം പറ്റും. ഇത് തന്നെയാണ് ആത്മീയമായ കാര്യങ്ങളിലും നാം കാണുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇത് ഈ ഭാഗം ഇവിടെ ഒതുക്കിയ ശേഷം ഇന്നത്തെ ഭാഗത്തോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ മരണത്തിന്റെ പ്രമാണം ഏതെല്ലാം രൂപത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം വ്യക്തിയിലൂടെ കടന്നു വന്നു എന്നുള്ള കാര്യം നാം ഒന്ന് അറിയുന്നതല്ലാണ്. ആദാമിനാണ് ആദ്യം മരണത്തിൻ്റെതായ പ്രമാണം. അവിടെ ആദാമിന് കൊടുക്കുന്നതായ പ്രമാണത്തിൽ ഒരു പ്രത്യേകമായ ഒരു വ്യത്യാസമുണ്ട്. ആദാമിന് കൊടുത്ത പ്രമാണം അവന് നഷ്ടപ്പെട്ടു പോയതായ ആ ജീവൻ ലഭിക്കാനല്ലായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ചതായ ജീവൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ തെറ്റിപ്പോയി സാത്താന്റെ രൂപത്തിലൂടെ അല്ലെങ്കിൽ ശോഭയില്ലാത്തതായ ഒരു ആത്മാവിന്റെ ഉടമയായി തീരാതിരിക്കാൻ തക്കവണ്ണം കൊടുത്തൊരു കൽപ്പനയായിരുന്നു. അപ്പോ ആദാമിന് കൊടുത്തുള്ള കൽപ്പന എന്ന് പറയുന്നത് അത് ലഭിച്ചിരിക്കുന്നതായ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം കൊടുത്ത കൽപ്പനയാണ്. പിന്നെ കാണുന്ന നോഹയോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനയാണ് കാണുന്നത്. അത് നമ്മൾ ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്. അതാണ് റെയിൻബോ കൊടുത്തുകൊണ്ട് അതൊരു കൽപ്പനയായിരുന്നു. ഇനി ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല. അത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ കാണുന്ന എബ്രാമിന് കൊടുത്തുള്ള കൽപ്പനയാണ്. എബ്രാമിനാണല്ലോ ആദ്യമായിട്ട് പരിച്ഛേദന കൽപ്പന കൊടുക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 10-14 വാക്യങ്ങളോട് ബന്ധപ്പെട്ട് വായിക്കുന്നുണ്ട്. പിന്നെ മോശയ്ക്ക് കൊടുക്കുന്നതാണല്ലോ അതാണ് നാം ശീലാപർവ്വത്തോട് ബന്ധപ്പെട്ട് കാണുന്നത്. ഇതോടുള്ള ബന്ധത്തിലാണ് ന്യായപ്രമാണത്തെ കുറിച്ചുള്ളതായ വ്യക്തമായ ലിഖിത രൂപം കടന്നു വരുന്നത്. ബാക്കിയെല്ലാം ലിഖിതമായ രൂപമല്ല. എന്നാൽ മോശമുള്ള ബന്ധത്തിലാണ് അത് ലിഖിത രൂപത്തിലോട്ട് കടന്നു വരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാണ് മോശ വരെയും മരണം പാവനിമിത്തം വാണ്ടുകൊണ്ടിരുന്നു. നമ്മൾ റോമാലേഖനം 5 വായിക്കുന്നുണ്ട്. അപ്പോൾ മോശയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മോശ കൊടുത്ത കൽപ്പന തെറ്റിച്ചുകൊണ്ട് മാത്രമല്ല, നേരത്തെ തന്നെയുള്ളതായ കൽപ്പനകളുടേതായ ലംഘനത്താൽ തന്നെ പാവം ഭൂമിയിൽ അധിവസിച്ചുകൊണ്ടിരുന്നു കാണാൻ തക്കോണം പറ്റും. പിന്നെ നാം കാണുന്നത് അവിടെ ഒരു മനസാക്ഷിയുടേതായ പ്രമാണം യോസേഫിനും മോശയ്ക്ക് മുമ്പുള്ളതാണ് കാണുന്നത്. യോസേഫിനും യോബിനും ഉണ്ടായിരുന്നതായ പ്രമാണങ്ങൾ യോസേഫിന് എങ്ങനെയാണോ തൻ്റെതായ പരീക്ഷണങ്ങളിൽ അതിജീവിക്കാൻ തക്കവണ്ണം പ്രമാണങ്ങളിൽ താൻ പൂർണ്ണമായി അധിഷ്ഠിതനായി ഉറച്ചു ജീവിച്ചത് അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് തിയോളജിയുള്ള ബന്ധം വായിക്കുമ്പോൾ ഇൻറ്റ്യൂഷനും ഉൾപ്രേരണയാണെന്നത് പറയുന്നു. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്നത് റോമലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മനസാക്ഷിയിലൂടെ അവർക്കും പ്രമാണം കൊടുത്തിരിക്കുന്നു. അപ്പൊ മനസാക്ഷിയുടെ പ്രമാണം അന്ന് പഴയ നിയമത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ കൊടുക്കാനുള്ളതായ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവുകൊണ്ടുള്ളതായ ആ രൂപം അവൻ പാവം ചെയ്ത് നേടിയ ശേഷം അതിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് മനസാക്ഷിയുടേതായ ഇടയിൽ ദൈവത്തിൻ്റെതായ ആ സത്യത്തെ അല്ലെങ്കിൽ പ്രമാണങ്ങളെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു പറയുന്നു. അതിൻ്റെതായ ഒരു വ്യക്തമായ വെളിച്ചമാണ് യോസേഫിലും യോബിലും കാണുന്നത്. യോബ് എത്രയോ അത്ഭുതമായ കാര്യങ്ങളാണ് തന്റെ ജീവിതത്തിൽ താൻ വിശുദ്ധിയുടെ പ്രമാണമായിട്ട് കാത്തുകൊണ്ടിരുന്നത്. യോസേഫ് അതെ തന്നെ എത്രയോ വീഴ്ത്താൻ കോണം പോത്തിഫോറിൻ്റെതായ ഭാര്യയും മറ്റും പരിശ്രമിച്ചു നോക്കി. പക്ഷെ അതിൽ നിന്ന് അതിജീവിക്കാൻ തക്കവണ്ണം തന്നെ വഴിയെടുക്കാനുള്ളതായ ആ പ്രമാണം എന്ന് പറഞ്ഞത് മോശ തന്നെ ശേഷമുണ്ടായ മോശ എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് പറയുന്നതാണ് മനസാക്ഷിയുടെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോ മനസാക്ഷിയുടെ പ്രമാണം നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജാതികൾക്ക് അലിഖിതമായ പ്രമാണമുണ്ട്, അവരെയും ദൈവം വിധിക്കും. പ്രമാണം ലഭിക്കാത്ത ജാതികൾ എങ്ങനെ വിധിക്കും എന്ന് പറഞ്ഞപ്പോ പൗലോസും പറയുന്നുണ്ട് മനസാക്ഷിയോട് തന്നെ ആ മനസാക്ഷിയോട് ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം. അത് യോസേഫിലും യോബും അങ്ങനെയുള്ളതായ പഴയ നിയമതായ വിശ്വാസികളുള്ളതായ അല്ലെങ്കിൽ എന്താണ് പഴയ നിയമത്തിലുള്ളതായ വിശ്വാസികളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത കോണം മുൻകണ്ട അവരോട് ബന്ധപ്പെട്ട് അവർ ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരുന്നതാണ് മനസാക്ഷിയുടെ പ്രമാണമാണ്. അപ്പോൾ പിന്നെ മോശയുടെ പ്രമാണം നാം ചിന്തിച്ചാണ്. അത് നാം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെതായ എത്രയാണ് 20-ന്റെ 2 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളില് 10 കൽപ്പനകളും മറ്റും കൊടുക്കുന്നതായ പ്രമാണങ്ങൾ.
പിന്നെ ദൂതന്മാർ നൽകിയതുള്ള പ്രമാണങ്ങൾ അത് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 7:53, ഗലാത്യർ 3:19, എബ്രായർ 2:2. അത് അവിടെ അത് ചില സംശയം ഉളവാക്കുന്നതായ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് അത് ബൈബിളിൽ കൊടുത്തിരിക്കുകയാണ്. ദൂതന്മാർ മൂലം എന്നാ പറയുന്നത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മരണത്തിന്റെ പ്രമാണ ബന്ധത്തിൽ ദൈവം ആരിലൂടെയാണോ കൊടുത്തത് അവരെ എല്ലാ ഒരു അവസ്ഥയാണ് ബൈബിളിൽ നിന്നുള്ളതായ സത്യങ്ങളിൽ നിന്ന് അത് എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിലോട് ബന്ധപ്പെട്ട് ദൂതന്മാർ മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവും ഈ മരണത്തിന്റെ പ്രമാണം ഘോഷിക്കുണ്ടായി. താൻ എന്റെ കട്ടി കൂട്ടിയായിരുന്നു. താൻ പറഞ്ഞു, നിന്റെ സഹോദരനെ വിടക്കേന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ മരണത്തിന് യോഗ്യനാണെന്ന്. താൻ ഒരളവിൽ ന്യായപ്രമാണത്തിൻ്റെതായ വ്യക്തമായ വെളിച്ചത്തിൽ ന്യായപ്രമാണത്തെ കുറച്ചും കൂടെ അടിച്ചുറപ്പിക്കുകയായിരുന്നു. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ല. കർമ്മം ചെയ്തുകൊണ്ട് മാത്രമേ പാവമാവില്ല. കർമ്മം ചെയ്യാൻ തക്കുള്ള ഉൾപ്രേരണ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നീ വ്യഭിചരിച്ചു കഴിഞ്ഞു, നിന്റെ സഹോദരനെ വെടക്കെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ കൊല ചെയ്തു കഴിഞ്ഞു. അപ്പൊ കർത്താവ് ന്യായപ്രമാണത്തിന്റെ കട്ടി കൂട്ടിയായിരുന്നു. അപ്പൊ കർത്താവും ഈ മരണത്തിന്റെ പ്രമാണമാണ് ആദ്യം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. താൻ ജീവന്റെ പ്രമാണം അല്ലെങ്കിൽ കൃപയുടെ പ്രമാണം താനുള്ള ഉളവാകുന്ന കാര്യം ഒരു കർത്താവിലാണ് രണ്ടുകൂടെ സമന്വയപ്പെടുന്നത്. മരണത്തിന്റെ പ്രമാണവും ജീവന്റെ പ്രമാണം അല്ലെങ്കിൽ കൃപയുടെ ക്രിസ്തു കൂടിയാണ്. അതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഒരു പ്രത്യേകമായ ഒരു യുണിറ്റി പേഴ്സൺ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒരു ദിവസം ചിന്തിക്കാം. പക്ഷെ ക്രിസ്തു അപ്പൊ രണ്ടിലും പെടുന്ന ആളെ നിൽക്കുകയാണ്. പിന്നെ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരുമാണ് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരുമ്പോൾ കാര്യസ്ഥൻ എന്നിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് തന്റെ പേര് മഹത്വപ്പെടാതെ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത്ഭുത കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തരും വെളിപ്പെടുത്തരും എന്ന് പറഞ്ഞു. അങ്ങനെ വെളിപ്പെട്ടതായ കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ നാം അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളിലും കൂടെയും മറ്റും അറിയുന്നത്. അപ്പോൾ നാം ഇപ്പൊ ഇവിടെ ചിന്തിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മരണത്തിൻ്റെതായ ആ പ്രമാണങ്ങൾ ലഭിച്ചതും അതിനുള്ള ബന്ധത്തിലുള്ളതായ ചില കാര്യങ്ങളും, പിന്നെ യേശുക്രിസ്തു മൂലമുള്ളതായ കൃപയുടെയും സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ പ്രമാണത്തിന്റെയും കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഗ്രഹിക്കാൻ തക്ക ഇടയായി. ഈ കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഇനിയുള്ള സമയത്ത് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ തക്കമുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ അത് ചോദിക്കാൻ തക്കവണ്ണം മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കും ചോദിക്കാം. ആ ചോദ്യമുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോ ചോദിക്കാം. 10 മിനിറ്റുകൾ ഉണ്ടല്ലോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ തക്കവണ്ണം.